പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച നല്ല അവകാശത്തിനായി, സന്ദർഭത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജീവിതയാത്രയിൽ കടന്നു വന്ന വഴികൾ ആമേൻ ചിന്തിച്ചു നോക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് എന്നെ കണ്ടുമുട്ടിയ സാഹചര്യങ്ങളെ കുറിച്ച് ആമേൻ വിവരിക്കുവാൻ, പറയുവാൻ ആമേൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ഞാൻ പ്രകാശ് ദിവാകരൻ. ഞാൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്ക് വെട്ടിയാറിലാണ് ജനിച്ചത്. എന്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത മഹാ അത്ഭുതങ്ങൾ അതിനെക്കുറിച്ച് വർണ്ണിപ്പാതിരിക്കാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് തിരുവചനത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനത്തെ ഞാൻ ഓർക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവിൻ എന്ന് കർത്താവ് നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന ഒരു വചനം. അപ്പൊ കർത്താവിനോടുകൂടെ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മളും കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ കർത്താവ് നമ്മളെ പരമേൽപ്പിച്ചിരിക്കുക. അപ്പൊ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കേണ്ടത് കൊണ്ട് സാക്ഷ്യം പറയുക എന്നുള്ളത് ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. അതുകൊണ്ട് എന്റെ ജീവിത യാത്രയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദിമകാലം മുതൽ, അല്ലെങ്കിൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ സാക്ഷ്യം പറയുകയാണെങ്കിൽ മാത്രമേ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ ജനിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തില്, ഒരു വളരെ സാധാരണമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്റെ മാതാപിതാക്കള്, അവർക്ക് 5 മക്കള്. എന്റെ ചെറുപ്രായത്തിൽ തന്നെ 5 മക്കളിൽ 4 പേരും മരണപ്പെട്ടു. 4-ാമനായിരുന്നു ഞാൻ. അപ്പം ഞാനും മരണപ്പെടുമെന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. സാമാന്യമായി നമുക്കറിയാം, 4 പേര് മരണപ്പെട്ടപ്പോൾ ശേഷിക്കുന്ന ഒരാളുണ്ട്, മരിക്കും എന്നുള്ള ഒരു പ്രശ്നവിധി അതിന്റെ മേലുണ്ടായിരുന്നുവെന്നാണ് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അതിന് അന്ന് മുതല് പൂജയും കാര്യങ്ങളും, എന്റെ നാളിലെ എല്ലാ മാസങ്ങളിലും ഭാഗവത പാരായണവും പൂജയും കാര്യങ്ങളും ഒക്കെ ഭവനത്തിൽ നടക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തില് ജനിച്ചു വളർന്നെങ്കിൽ തന്നെയും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ അനുഭവിച്ച ഒരുപാട് ഏകാന്തതയുണ്ട്. ഞാൻ ഏകനായി പോയ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവം എന്റെ ജീവിതത്തില്. അതെങ്ങനെയെന്ന് ചോദിച്ചാല്, എന്റെ അമ്മയുടെ ഒരുപക്ഷെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം എന്തെന്നറിയില്ല. 4 മക്കളും മരിച്ച മാനസികാവസ്ഥ കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. എന്റെ അമ്മയ്ക്ക്, അമ്മയുടെ വീട്ടുകാര് എല്ലാവരും ശത്രുക്കളായി തന്നെ അമ്മ കണ്ടിരുന്നത്. എന്റെ അമ്മയുടെ അമ്മയാണെങ്കിലും, അല്ലെങ്കിൽ ചെറിയമ്മമാരാണെങ്കിലും, അല്ലെങ്കിൽ അമ്മാവന്മാരാണെങ്കിലും, ഇവരോട് ആരോടും അമ്മ സ്നേഹമായി പെരുമാറിയത് ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെയും ചെറുപ്രായം മുതല് അമ്മ അവരോട് വളരെ അകന്ന്, അല്ലെങ്കിൽ അവരെയൊക്കെയും ശത്രുക്കളായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കും അവരോട് സഹകരിപ്പാനുള്ള ഒരു അനുവാദമില്ലായിരുന്നു. വല്ലപ്പോഴും ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് എന്റെ അമ്മമ്മയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ചെറിയമ്മമാരുടെ അടുത്തേക്കോ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെയും എന്നെ പെട്ടെന്ന് പറഞ്ഞു വിടും, നീ വരണ്ട, നീ ഇവിടെ നിൽക്കേണ്ട, നിന്റെ അമ്മ ചീത്ത വിളിക്കും. അങ്ങനെ ഒരു പല്ലവി എപ്പോഴും അവർ ഉപയോഗിച്ചിട്ടുണ്ട്, നിന്റെ അമ്മ ചീത്ത വിളിക്കും. അത് ശരിയാണ്. കാരണം പല ആവർത്തികള് എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മൂമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ ദൂരെ നിന്ന് കൈകാട്ടി വിളിക്കും. അമ്മോനെ വാന്ന് വെച്ച് എന്നെ കൈകാട്ടി വിളിക്കും. നേരിട്ട് വിളിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് അത് കഴിക്കാൻ വേണ്ടി ആ പാത്രം എടുത്തിരിക്കുമ്പോൾ, ഇത് അമ്മ എവിടെ നിന്നെങ്കിലും ഇത് കാണും. അമ്മ ഓടി വന്ന് ആ പാത്രം തട്ടി മാറ്റി എടുത്തെറിഞ്ഞിട്ട് എന്നെ വലിച്ചു കൊണ്ടുവന്ന് അടിക്കുമായിരുന്നു. ഇനിമേലാൽ അവിടെ പോകരുത്. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കുടുംബത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരുടെ, എന്റെ ബന്ധുക്കളുടെ മധ്യത്തിലൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഒരു വേദനയായിരുന്നു. തന്നെയുമല്ല, എന്റെ കൂട്ടുകാരുടെ മധ്യത്തിലാണെങ്കിലും എനിക്ക് കൂട്ടുകാരോട് കളിക്കാൻ പോകാൻ കഴിയത്തില്ലായിരുന്നു. ആരെങ്കിലും അവിടെ ഇവിടെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ അമ്മ വഴക്ക് പറയുമായിരുന്നു, ചീത്ത വിളിക്കുമായിരുന്നു. അവർ കളിക്കുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെന്നെ തള്ളി മാറ്റി നിർത്തും. വേണ്ട, നിന്റെ അമ്മ ചീത്ത വിളിക്കും എന്ന് പറയുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിലെ ചെറുപ്രായം മുതൽ ഞാൻ അനുഭവിച്ച് ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവം. ഇപ്പോഴും അതെന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം എല്ലാവരുടെയും മധ്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവം. നിന്റെ അമ്മ ചീത്ത വിളിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇന്നും എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാര്യം. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പ്രവർത്തിച്ചിരുന്നത്? എവിടെയും എന്നെ ഏകനാക്കിക്കൊണ്ട്, എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു അമ്മ എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ ചെറുപ്രായം മുതൽ ഞാൻ മാനസികമായി വളരെ തകർന്നു പോയ അനുഭവം എനിക്കുണ്ടായിരുന്നു. വേണ്ടവണ്ണം എനിക്ക് പഠിക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്റെ ഒരുപക്ഷെ എന്റെ സഹകരിക്കുന്നവരൊക്കെ, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ തന്നെയും ചിലപ്പം അമ്മ വീട്ടിൽ ആരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം ചേർന്ന് ഞാൻ അവരോട് വഴക്കിട്ടിട്ടുണ്ട്.
ഒരുപാട് അവരെയും ഞാൻ അന്നത്തെ അമ്മയുടെ ആ രീതിയിൽ തന്നെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ അവരൊക്കെ പറയും വിവരമില്ലാത്ത ചെറുക്കൻ. ശരിയാ, എനിക്ക് വിവരമില്ലാത്ത ഒരവസ്ഥയിലൂടെ ഞാൻ അങ്ങനെ വളർന്നു ഒറ്റപ്പെട്ടു പോയ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാനസികമായി ഒരുപാട് തകർന്നു. ഞാൻ അങ്ങനെ ജീവിച്ചെങ്കിലും മനസ്സിലാക്കാൻ കഴിയും എന്റെ മാനസിക നില എങ്ങനെയായിരുന്നു എന്നൊരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഞാൻ പഠിച്ചു. ഏകദേശം 85 ഞാൻ ആദ്യമായിട്ട് ഒരു ജോലി ആവശ്യപ്പെട്ട് ഞാൻ കടന്നു പോകുന്നത് ചെന്നൈയില് മദ്രാസില് ലിഗ്നൈറ്റ് കോർപ്പറേഷന്റെ 2ാമത്തെ തെർമലിന്റെ പണിയിലേക്ക്. അവിടെ ഞാൻ എൻ്റെ ഒരു അടുത്തുള്ള ഒരു സ്നേഹിതം മുതൽ അവിടെ കടന്നുപോയെങ്കിലും എനിക്കൊരു 3 മാസമേ അവിടെ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം എനിക്ക് മാനസികമായി ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, ശാരീരികമായി വളരെ അസ്വസ്ഥതയുണ്ടായി. ഞാൻ തിരിച്ച് ഭവനത്തിലെത്തുകയും ഭവനത്തിലെത്തിയപ്പോൾ ഒരു പക്ഷേ ജോലിക്ക് വേണ്ടി കടന്നുപോയ മകന്റെ തിരിച്ചുവരവ് കണ്ട് അവർക്ക് സന്തോഷമല്ല ഉണ്ടായത്. കാരണം വളരെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു. ഒന്നുമില്ലാതെ ശൂന്യമായി കടന്നു വന്നൊരു അനുഭവമായിരുന്നു. എനിക്കത് വീണ്ടും വളരെ ബുദ്ധിമുട്ടുണ്ടായി, മാനസികമായി തകർത്തു. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്കൊരു ആംബിഷനോ അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് ഒരു ചിന്തയോ അങ്ങനെയുള്ള ഒന്നും എന്റെ ഇല്ല. കാരണം ഞാൻ മാനസികമായി ചെറുപ്രായം മുതൽ പറഞ്ഞല്ലോ, ഞാൻ വളരെ തകർന്നു പോയൊരു അനുഭവമായിരുന്നു. അങ്ങനെ വീണ്ടും ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഒരു സ്നേഹിതനടുത്ത്, എന്റെ വീടിനടുത്തുള്ള ഒരു സ്നേഹിതനെ കണ്ടു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എന്നോട് ചോദിച്ചു ഡൽഹിക്ക് വരുന്നതെന്ന് ചോദിച്ചു. എനിക്കത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയായി ഞാൻ അത് കണ്ടു. ഞാൻ ആ വ്യക്തിയോട് ഡൽഹിയിലേക്ക് കടന്നു വന്നു. 85 മാർച്ചിലാണ് ഞാൻ ഡൽഹിയിൽ കടന്നു വരുന്നത്. അവിടെ കടന്നു വന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ തീരുന്നത് വരെ ഈ വ്യക്തി എന്നോട് സഹകരിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ ആഹാരം കഴിച്ചു, പുള്ളിയുടെ റൂമിൽ താമസിച്ചു. എന്നാൽ എന്റെ കയ്യിലെ പണമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളി എന്നെ ഉപേക്ഷിക്കുക ചെയ്തത്. എനിക്കൊരു ജോലി പോലും വാങ്ങിത്തരാതെ എന്നെ ഉപേക്ഷിച്ചു. എന്നാൽ എന്റെ നാട്ടിലുണ്ടായിരുന്ന ചില പ്രിയപ്പെട്ടവർ ഡൽഹിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ സഹായത്താൽ എനിക്കൊരു ചെറിയ ജോലി ലഭിച്ചു. ഒരു ദിവസം 13.60 എനിക്ക് ശമ്പളം കിട്ടും, ഡെയിലി വേജസിൽ. അവരെനിക്ക് അത്യാവശ്യം ഒരു വീട് എനിക്ക് വാടകയ്ക്ക് എടുത്തു തന്നു. 150 രൂപ മാസം വാടക കൊടുക്കണം. വീട്ടിലേക്ക് അല്പം സാധനങ്ങളൊക്കെ വാങ്ങി, എല്ലാം കടമൊക്കെ ആയിട്ട് എനിക്കത് വാങ്ങിച്ചു തന്നു. എനിക്ക് ഈ 13.60 എനിക്ക് ശമ്പളം കിട്ടുന്നതിൽ എന്റെ PF ESTയും അതുപോലെ തന്നെ ലീവ് വല്ലതും എടുത്താൽ അതും കട്ട് ചെയ്ത്, സൺഡേ പൈസ എല്ലാം കട്ട് ചെയ്ത് എനിക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയിൽ 150 രൂപ വാടകയും കൊടുത്ത് എന്റെ ജീവിതവും കഴിയണം. എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അനേക നാളുകൾ അത് പട്ടിണിയും പ്രയാസവും കഷ്ടങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഓക്കല ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എനിക്ക് 450 രൂപ ശമ്പളം എനിക്ക് ജോലി കിട്ടി. അവിടെ ജോലി ആയതുകൊണ്ട് അടുത്തുള്ള കൽക്കാരി ഗോവിന്ദപുരിയിലേക്ക് ഞാൻ താമസം മാറുകയും ചെയ്തു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നെ കോന്നിക്കാരനൊരു മോഹനാണ് എന്റെ റൂം പാർട്ണർ. ഞങ്ങൾ ഒരുമിച്ച് റോഡിലേക്ക് ഡോറുള്ള ഒരു റൂം എടുത്ത് ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെയൊക്കെ ദിവസവും ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വന്നു. എന്റെ ഈ ഉറക്കക്ഷീണം കൊണ്ട് ഈ മോഹൻ ഒരു ടേപ്പ് റെക്കോർഡ്, ഒരു ബുഷിന്റെ ടേപ്പ് റെക്കോർഡ്, ഇത് ഓൺ ചെയ്ത് പാട്ട് കേട്ടുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് ഞാൻ ഇറങ്ങിപ്പോയി. ഈ ഡോർ അടയ്ക്കാൻ ഞാൻ മറന്നു. മോഹനൻ രാവിലത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് 3 മണിക്ക് ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് റൂമിൽ തിരിച്ചെത്തുമ്പോൾ ഞാൻ നല്ല ഉറക്കത്തിലാണ്. മോഹനൻ നോക്കുമ്പോൾ ഈ ടേപ്പ് റെക്കോർഡോ കാണാനില്ല. അപ്പൊ എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു, അടിക്കടി എന്നെ സന്ദർശിക്കുന്ന ഒരു സ്നേഹിതനുണ്ടായിരുന്നു. ഒരു ബൈബിൾ കോളേജ് പഠിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഒരു പാസ്റ്റർ ആണെന്നോ അല്ലെങ്കിൽ ബൈബിൾ കോളേജ് പഠിക്കുന്നതിന് മഹത്വമൊന്നും എനിക്കറിയുകയില്ല. പുള്ളി വൈറ്റ് ഷർട്ട് ഇട്ടാ വരുന്നത്. എന്നാൽ ഒരിക്കൽ പോലും എന്നോട് സുവിശേഷം പറയുകയോ യേശുവിനെ കുറിച്ച് പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ നല്ല സ്നേഹിതരായിരുന്നു. ഈ ടേപ്പ് റെക്കോർഡ് മോഷണം പോയത് മോഹൻ എന്നെ വിളിച്ചു, എന്നെ എഴുതിപ്പിച്ചു. ഈ ടേപ്പ് റെക്കോർഡ് കാണാൻ നിങ്ങൾ വരാം ഞാൻ അറിയുന്നു. ഒഫീഷ്യലി നമുക്കറിയാം ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ. ഈ സാധനം കാണാതെ പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. ഞങ്ങൾ തമ്മിലൊരു അല്പ സംസാരം ഉണ്ടായി. കാരണം ഞാൻ കിടന്നുറങ്ങി, ഈ വിഷയങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ പിന്നീട് മോഹനന്റെ ചിന്തയിൽ ഞാനിത് എടുത്തു, ഞാനിത് മാറ്റി എന്നുള്ള ഒരു സംസാരം മോഹനിൽ വന്നപ്പോൾ എന്റെ അഭിമാനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാനിടയായി. അങ്ങനെ എൻക്വയറി ചെയ്തു, പലരോടും ചോദിച്ചു. അപ്പോൾ എന്റെ വീടിന്റെ ഉടമസ്ഥർ എന്നോട് പറഞ്ഞു, വൈറ്റ് ഷർട്ടിട്ട ആ വ്യക്തി നിങ്ങളുടെ ഭവനത്തിൽ വന്നു പോകുന്നത് ഞാൻ കണ്ടുവന്നു. അപ്പോൾ സംശയമില്ല, ഇത് ആ പാസ്റ്റർ തന്നെ ആയിരിക്കാം. പുള്ളി അടിക്കടി എന്റെ വീട്ടിൽ വരാറുള്ളതാണ്. എന്നാൽ ആ വ്യക്തിയെ തന്നെ ചോദ്യം ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ ആ വ്യക്തിയെ അന്വേഷിച്ച് കടന്നു ചെന്നു. ആ വ്യക്തിയെ കണ്ടു. ആ വ്യക്തിയോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭവനത്തിൽ വന്നതായിട്ട് അറിഞ്ഞു, ഇന്ന ഞങ്ങളുടെ ഒരു ടേബിൾ കാർഡ് മോഷണം പോയി. ഞങ്ങൾ വളരെ ശക്തമായിട്ട് ആ വ്യക്തിയോട് സംസാരിക്കാനിടയായി തീർന്നു. സഹോദരൻ പറഞ്ഞു, സഹോദരൻ ഞാൻ എടുക്കുകയല്ല, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനല്ല, ഞാനൊരു ദൈവപുരുഷൻ. പക്ഷേ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ദൈവപുരുഷൻ എന്താണെന്നോ ഭാഷ എന്താണെന്നോ ഇതൊന്നും തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ അതിന്റെ മഹത്വം അറിയാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ വ്യക്തിയുടെ സംസാരമൊന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങള് ശക്തമായി പറഞ്ഞു, ഭാഷന്മാര് കള്ളന്മാരാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത് വ്യക്തമായി. അത് നിങ്ങൾ തന്നെ എടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് മടക്കി തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വ്യക്തിയെ വളരെ അസഭ്യം പറയുകയും
കൈവയ്ക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ മടങ്ങിപ്പോന്നു. ആ വ്യക്തിയുടെ ഇല്ല എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം, പക്ഷെ വ്യക്തി തന്നെയാണ് അത് എടുത്തതെന്നുള്ളത് ഞങ്ങളുടെ ചിന്ത അങ്ങനെയാണ്. അങ്ങനെ വിശ്വസിച്ചു. എന്നാൽ പിന്നെ നിങ്ങളത് എടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങള് മടങ്ങിപ്പോന്നു. അതിനൊരു വില മോഹൻ ഇട്ടു. അത് ഞാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അടുത്ത ദിവസം എന്റെ ആ അകന്ന ബന്ധത്തിലൊരു സഹോദരനുണ്ട് അവിടെ. ഈ വ്യക്തി കേരളത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പൊ ഈ വ്യക്തിയെ യാത്ര തിരിക്കാൻ ഞാനും എന്റെ ഒരു സ്നേഹിതൻ ദാസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഈ വ്യക്തിയുടെ പെട്ടിയുമായിട്ട് ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വന്നു. ഈ വ്യക്തിയെ ഞങ്ങളെ യാത്ര അയച്ചിട്ട് മടങ്ങി വരുമ്പോൾ വണ്ടിയിൽ വെച്ച് തന്നെ എനിക്ക് ശാരീരികമായ ഒരു ദേഹാസ്വസ്ഥ്യം ഉണ്ടായി, വളരെ ബുദ്ധിമുട്ടായി. അപ്പൊ എന്റെ സ്നേഹിതൻ ദാസ് പറഞ്ഞു, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാത്തതായിരിക്കാം, ക്ഷീണമായിരിക്കാം, അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വാഹനത്തിൽ നിന്നിറങ്ങി വണ്ടിയിൽ നിന്നിറങ്ങി നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ആശ്വാസത്തിൽ. പക്ഷെ എനിക്ക് ബസ്സിലിരിക്കാൻ കഴിയാതെ വണ്ണം എനിക്ക് വളരെ ദേഹാസ്വസ്ഥ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത് കണ്ട മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 2 പാരസിറ്റമോൾ ഞാൻ ഒരുമിച്ച് കഴിച്ചു. അത്രത്തോളം ഞാൻ ക്ഷീണത്തിനും തളർച്ചയുള്ളവനായിരുന്നു. പെട്ടെന്ന് ഈ നാട്ടിൽ പോയ സഹോദരന്റെ വീട്ടിലേക്ക്, അവിടെ സഹോദരിയൊക്കെ ഉണ്ട്, അവിടേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പ്രകാശിന് ശരീര അസ്വസ്ഥത എന്തുകൊണ്ട് ഫുഡ് കഴിക്കാഞ്ഞിട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പെട്ടെന്ന് ഞാൻ മുട്ട വാങ്ങിക്കൊണ്ടുവന്ന് ആഹാരം തരാമെന്ന് പറഞ്ഞ് മുട്ട വാങ്ങാൻ പോയി. അന്ന് 88 ഡിസംബർ 16 വെള്ളിയാഴ്ച ആയിരുന്ന ഇരിപ്പിൽ ഞാൻ അബോധാവസ്ഥനായി വീണു. പിന്നെ എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത്. പിന്നെ എനിക്ക് ബോധം വരുന്നത് ഞായറാഴ്ച രാവിലെ. ഇതിനുള്ളില് എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ സ്നേഹിതരൊക്കെ അവിടെയുണ്ട്. അവരൊക്കെ എന്നെ പല ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവർ ഇഞ്ചക്ഷൻ എടുപ്പിക്കുകയും ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഞാൻ മയങ്ങി കിടക്കും. അല്ലാത്ത സമയങ്ങളെല്ലാം കിടന്ന് ഉരുളുകയും വളരെ ഇങ്ങനെ കുത്തിമറിയുകയും അങ്ങനെ ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചു എന്നാ പറയുന്നത്. എനിക്കറിയാം. എന്തായാലും എനിക്ക് ബോധമില്ലാത്ത ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ 3-ാം ദിവസം ഞായറാഴ്ചയാണ് എനിക്ക് ബോധം വരുന്നത്. അതിനുശേഷം പിന്നെ എന്റെ ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് കടന്നു പോകാൻ പറ്റുകയില്ല. ശാരീരികമായ വളരെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും, എന്റെ ബുദ്ധിമണ്ഡലങ്ങളൊക്കെ ഒരുമാതിരി കെട്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ഒരുമാതിരി മെന്റലായ ഒരവസ്ഥ പോലെ ഒക്കെ ആയി. അങ്ങനെ കടങ്ങളേറി ജീവിക്കാൻ പൈസ ഇല്ലാതെ ഒക്കെ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കെ 89 ഹോളിയുടെ സമയത്ത് എന്റെ ഒരു സ്നേഹിതന്റെ വിവാഹത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു ചെറിയ റിസപ്ഷൻ. എന്നെ വിളിച്ചു, പ്രകാശ് കടന്നു പറഞ്ഞു. അപ്പൊ അന്ന് മദ്യപാനമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ നിഷേധിച്ചു. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പാർട്ടിക്കൊന്നും എനിക്ക് കടന്നു വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട, വെറുതെ വന്ന് ഇരുന്നാൽ മതി, ഞങ്ങളോടൊന്ന് സഹകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധപ്രകാരം ഞാൻ അവിടെ കടന്നു ചെന്നു. അവരോടുകൂടെ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഇരുന്നു. എല്ലാവരും മദ്യം ഒഴിച്ചു കുടിച്ചു. അങ്ങനെ തമ്മിൽ സംസാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ എല്ലാം ചിന്തയിൽ എന്റെ വിഷയങ്ങൾ വന്നു. കാരണം നാളുകളായി ഞാൻ ജോലിക്ക് പോകാതെ വളരെ ഇതിലൂടെ ആകുന്നത് കൊണ്ട് അവരുടെ എല്ലാം വിചാരം ഞാൻ മനഃപൂർവ്വം ജോലിക്ക് പോകാതിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അവരെന്നെ കളിയാക്കുവാനും പരിഹസിക്കാനും ഒക്കെ ആരംഭിച്ചു. ഇതെനിക്ക് വളരെ വേദന ഉണ്ടാക്കി. കാരണം എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കെ എന്റെ അടുത്തിരുന്ന എന്റെ സ്നേഹിതൻ സുരേഷ് എന്നോട് പറഞ്ഞു, പ്രകാശ്, ഇതിലൊരു ഗ്ലാസ് നീ കുടിക്ക്, നിന്റെ ശരീരത്തിന്റെ അവസ്ഥയൊക്കെ മാറും, നീ വളരെ ആക്റ്റീവ് ആകും, ഇതൊന്ന് കുടിക്കെന്ന് പറഞ്ഞു. അവൻ വളരെയധികം നിർബന്ധിച്ചപ്പോൾ അന്നേരത്തെ എന്റെ ശാരീരിക അവസ്ഥ കാരണവും എന്റെ മാനസികാവസ്ഥ കാരണവും അതെനിക്ക് കുടിക്കേണ്ടതായി വന്നു. അന്ന് 89 ഹോളി ഞാൻ ആദ്യമായിട്ട് മദ്യം കുടിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അത് കുടിച്ചു. ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞ് വീണ്ടും എനിക്ക് കുടിക്കണമെന്നുള്ള ഒരു ആസക്തി ഉണ്ടായി. അടുത്തിരുന്ന ഗ്ലാസ് വീണ്ടും എടുത്ത് കുടിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അത്രത്തോളം കുടിക്കുക, മാത്രത്തോളം കുടിച്ചപ്പോൾ ഇവർക്കെല്ലാം ഇനിയും സംശയം. ആദ്യമായി കുടിക്കുന്ന ഒരാളിന് ഇത്രയും കുടിക്കാൻ കഴിയുകയില്ല. പക്ഷെ ഞാൻ എത്ര കുടിച്ചിട്ടും എനിക്ക് വീണ്ടും വീണ്ടും വേണമെന്നുള്ള ഒരു ആസക്തി അതിലുണ്ടായി. ഞാൻ അതെല്ലാം അവിടെ നിന്നെല്ലാം കുടിച്ചു. അതിനുശേഷം ഞാൻ ഈ സുരേഷിനോട് പറഞ്ഞു, എനിക്കിനിയും വേണം, എനിക്കിനിയും കുടിക്കണം. അങ്ങനെ അന്ന് മദ്യം കുടിക്കുവാൻ ആരംഭിച്ചു. അതിനോട് ശേഷം പിന്നെ സിഗരറ്റ് വലിക്കുവാനും, അങ്ങനെ എൻ്റെ ഒരു ജീവിതം ആ ഒരു സ്റ്റൈലിലേക്ക് അങ്ങ് മാറി. പിന്നെ അത് മുഖാന്തരം അനേക കൂട്ടുകെട്ടുകളായി, അനേക ബന്ധങ്ങളായി, വഴികൾ, അറിയാത്ത വഴികൾ സഞ്ചരിക്കുവാനിടയായി തീർന്നു. പോയ വഴിയിലൊക്കെ പ്രശ്നങ്ങളും വഴക്കുകളും അടിയും പിടിയും അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പിന്നെ മാറി. പിന്നീട് എന്റെ സ്നേഹിതർ എന്നെ കാണാൻ വരുമ്പോൾ ഒരു മദ്യക്കുപ്പിയുമായിട്ടാണ് കടന്നു വരുന്നത്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറിപ്പോയ ഒരു അനുഭവം, പൂർണ്ണമായിട്ട് മാനസികാവസ്ഥ തകർന്നുപോയി. എന്താണെന്ന് ചെയ്യുന്നതെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ട് ആ ദേശത്ത് നിൽക്കാൻ കഴിയാതെ ഞാൻ ഗോവിന്ദപുരിയിൽ നിന്ന് കിങ്സ് ക്യാമ്പ് എന്ന സ്ഥലത്തേക്ക് ഞാൻ മാറിപ്പോയി.
അവിടെ ചെന്നു. അവിടെ കിട്ടിയ സ്നേഹിതരും ഇതുപോലെ പല വിഷയങ്ങളിൽ ഏർപ്പെട്ടു. പല പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി. എല്ലാം ഒന്നും വിവരിക്കാൻ സമയമില്ല, എല്ലാം ഒന്നും പറയുവാനും ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊക്കെ ചിലരുടെ ജീവിതത്തെ ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് അവിടേക്ക് കടന്നുപോയി. അവിടെയും ചില നാളുകളായി ചില പ്രശ്നങ്ങളൊക്കെയായി. അവിടെ നിന്ന് നേരെ രാജസ്ഥാൻ ഹനുമാൻഗഡിലേക്ക് പോകേണ്ടതായി വന്നു. എവിടെയും നിലനിൽക്കാൻ കഴിയാതെ, സ്ഥിരതയില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ഓടി നടന്ന കാലങ്ങളായിരുന്നു. അവിടെ കടന്നു ചെന്ന് ഞാൻ പരിചയപ്പെട്ടത് ഇതുപോലുള്ളതായ ചില വ്യക്തികളെയാണ്. അവരോടുകൂടെ കൂടി രാത്രി 2 മണി 3 മണി വരെയൊക്കെ ബാറിലിരുന്ന് വെള്ളം മദ്യപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പല പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നും യാത്ര തിരിച്ച് ഒടുവില് ഗുഡ്ഗാവില്, ഹരിയാന ഗുഡ്ഗാവിലെത്തി. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു. എന്നെ കുറിച്ച് ഒരുപാട് മോശമായ രീതിയിലാണ് നാട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ മോശപ്പെട്ട രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ നാട്ടിലെല്ലാവരും പറഞ്ഞു. നമുക്കറിയാമല്ലോ, നമ്മളെവിടെ പോയാലും നമ്മുടെ നാട്ടുകാരുണ്ടാവും. അവർ മുഖാന്തരം പല ന്യൂസുകള്, റൂമറുകള് നാട്ടിലെത്തി. എന്നെ കാണുവാൻ വേണ്ടി എന്റെ പിതാവ് എന്റെ അയൽവാസി മുഖാന്തരം ഡൽഹിയിൽ വന്നു. എന്നെ വന്ന് കണ്ടപ്പോൾ ഒരു തികഞ്ഞ മദ്യപാനിയായിട്ട്, അബോധാവസ്ഥയിൽ എപ്പോഴും ഒരു ഉത്തരവാദിത്വമില്ലാതെ നശിച്ചു പോയൊരു ജീവിതത്തിന്റെ ഉടമയായിട്ട് എന്റെ പിതാവിനെ കണ്ടു. എന്നെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ പിതാവ് ഒരുപാട് ശ്രമിച്ചെങ്കിലും എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതൽ അനുഭവിച്ച ഒറ്റപ്പെടല്, എന്റെ പിതാവ് പോലും സമാധാനം അനുഭവിച്ചിട്ടില്ല. കാരണം എന്റെ പിതാവ് ഒരു കൂലിപ്പണിക്കാരനാണ്. എന്റെ പിതാവ് പോലും അമ്മയിൽ നിന്ന് സമാധാനം കിട്ടിയിട്ടില്ല. കാരണം അവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരുന്നു, വഴക്കുകളായിരുന്നു. അതിനിടയിൽ ഞാനും ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. അമ്മയെ അച്ഛൻ അടിക്കുന്ന അടി ഞാൻ പലപ്പോഴും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അടി ഞാൻ അച്ഛനിൽ നിന്ന് കൊണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടി. അങ്ങനെ പിന്നീട് അച്ഛന് സമാധാനമില്ലാതെ അച്ഛൻ ഹോട്ടൽ ജോലിക്കായിട്ട് നാട് വിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ അച്ഛൻ പോയി കഴിഞ്ഞാൽ പിന്നെ 1 മാസമോ 2 മാസമോ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ അച്ഛൻ വരുന്നത്. അച്ഛൻ വരുന്നത് വളരെ സ്നേഹത്തോടെ, ഒരുപക്ഷെ ആ ഒറ്റപ്പെടല ഞാൻ അച്ഛന്റെ സാന്നിധ്യം വളരെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അച്ഛൻ വന്നാൽ 1 or 2 ദിവസം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും അത് വഴക്കും പ്രശ്നങ്ങളും ഭവനത്തിൽ വലിയ പിന്നെ അച്ഛൻ മടങ്ങിപ്പോകും. അപ്പൊ അച്ഛനും അങ്ങനെ ഒരു സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അച്ഛനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, മകൻ നല്ല ഒരു സ്ഥിതിയിൽ വന്നു കഴിഞ്ഞാൽ കഷ്ടത മാറും, പ്രയാസങ്ങൾ മാറും, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത അച്ഛനും ഉണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് അച്ഛൻ എന്നെ ഡൽഹിയിൽ കാണാൻ വന്നു. എന്റെ അവസ്ഥകൾ കണ്ട് അച്ഛന് വളരെ ദുഃഖമായി. എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വളരെ ശ്രമിച്ചെങ്കിലും എന്റെ കൂട്ടുകാരോടൊക്കെ അച്ഛൻ റിക്വസ്റ്റ് ചെയ്തു എന്നെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കടന്നു വരാൻ താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട്, അച്ഛനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ യാത്ര തിരിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മകനെ നീ ഞങ്ങൾക്ക് നഷ്ടമായി പോയല്ലോ. കാരണം 4 മക്കൾ നഷ്ടപ്പെട്ടു, നീ ഒരുവൻ മാത്രമേ ഉള്ളൂ, നിന്നെല്ലായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ എന്റെ അവസ്ഥ കണ്ടിട്ട് അച്ഛൻ അറിയാം ഇനി ഒരിക്കലും എന്നെ തിരിച്ചു കിട്ടുകയില്ല. ആ ഒരു അവസ്ഥയിലാണ് അച്ഛൻ എന്നെ വിട്ടുപിരിയുന്നത്. അച്ഛൻ നാട്ടിലേക്ക് തിരിച്ചു 10ാമത്തെ ദിവസം എനിക്കൊരു ടെലഗ്രാം കിട്ടി, ഫാദർ എക്സ്പേർട്ട് സ്റ്റാർട്ടിംഗ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല എന്റെ അച്ഛൻ മരിച്ചുപോയി. എങ്കിലും ഈ ടെലഗ്രാം മുഖാന്തരം നാട്ടിൽ വരുവാൻ ഞാൻ ആഗ്രഹിച്ചു. 10ാമത്തെ ദിവസം ടെലഗ്രാം കിട്ടി. നാട്ടിൽ വരുമ്പോഴും എനിക്കറിയില്ല അച്ഛൻ മരിച്ചു എന്ന്. ഞാൻ വീട്ടിൽ വരുമ്പോൾ വീട്ടില് അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടി ഓടിച്ചെല്ലുന്നു. കാരണം ഞാൻ വരുമ്പോൾ അമ്മ അവിടെ ഇല്ല, അമ്മ പുറത്തെവിടെയോ ആണ്. ഓടിച്ചു ചെല്ലുമ്പോൾ അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴാണ് അച്ഛൻ മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലായിരുന്നു എന്റെ അമ്മയും എന്റെ പ്രിയപ്പെട്ടവരും എല്ലാവരും. കാരണം ഞാൻ കാരണമാണ് അച്ഛൻ മരിച്ചത്, എന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് അച്ഛൻ മരിച്ചത്. ഏകദേശം ഒരുപക്ഷെയൊക്കെ ശരിയായിരിക്കാം, ഞാൻ കുറച്ചുകൂടെ ഒക്കെ അച്ഛനെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അച്ഛന്റെ ദുഃഖം മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ഒരു ഭ്രാന്തനെ പോലെ അലിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് ആരുടെ സിമ്പതി മനസ്സിലാകില്ല, ആരുടെ സ്നേഹം മനസ്സിലാകത്തില്ല, ആരെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഞാനൊരു ഭ്രാന്തനെ പോലെ അലിഞ്ഞു പോയ, അല്ലെ മാനസികാവസ്ഥ തകർന്നു പോയ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഈ കുറ്റപ്പെടുത്തലെല്ലാം എനിക്ക് വളരെ വേദനാജനകമായി. എന്റെ നാട്ടുകാരുടെ മുമ്പിലൊക്കെയും ഞാനൊരു നികൃഷ്ട ജീവിയെ പോലെ എന്റെ ഹൃദയത്തിൽ തന്നെ ഒരു വലിയ കുറ്റബോധം എനിക്കുണ്ടായി. അയ്യോ, ഞാൻ കാരണമാണോ അച്ഛൻ മരിച്ചത്? ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായപ്പോഴും എനിക്ക് വളരെ വേദനയുണ്ടായി. കഴിഞ്ഞതിലും വലിയ മാനസിക തകർച്ച എന്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ചില നാളുകൾ എന്റെ നാട്ടില് ഞാൻ ആരോട് സംസാരിക്കാതെ, ആരോടും മിണ്ടാതെ ഒരു ഊമനെ പോലെ ഞാൻ അങ്ങനെ നടന്നെങ്കിലും തിരിച്ച് ഡൽഹിയിലേക്ക് വരുവാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഡൽഹി ഒരു പാപത്തിന്റെ പട്ടണമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതം ഏകദേശം തകർന്നു പോയ ഒരു പട്ടണമാണ്. ഇനിയും തിരിച്ച് ഞാൻ അവിടേക്ക് വന്ന് പിന്നെയും ആ സുഹൃത്ത് വലയത്തിൽ വീണുപോയാൽ അവസ്ഥയിലേക്ക് ഇനിയും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്റെ ഹൃദയത്തിൽ എനിക്ക് ചിന്തയുണ്ടായി.
ഒരുപക്ഷെ അതൊരു ദൈവത്തിന്റെ കൃപയായിരിക്കാം. എന്റെ ചിന്താഗതി ഒന്ന് മാറ്റി. അവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ വരാൻ ഒരു ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് കടന്നു വന്നു. ബാംഗ്ലൂരിൽ കടന്നു വരുമ്പോഴും ജീവിക്കണമെന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല. കാരണം തകർന്നു പോയ ജീവിതം, മുന്നിൽ പ്രത്യാശയൊന്നുമില്ല. ഇനി മുന്നിൽ എന്താണ്? എല്ലാം കൊണ്ടും മാനസികമായി തകർന്നു പോയവരാണ്. അങ്ങനെ ബാംഗ്ലൂർ കടന്നു വന്ന് ഞാനിക്ക് ഒരു താമസ സൗകര്യം തന്നത് ഒരു സഹോദരൻ മോഹനും, അതുപോലെ തന്നെ തൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു സഹോദരൻ റോയി, അവരോടാണ് എനിക്ക് താമസ സൗകര്യം ലഭിച്ചത്. അവരെന്നെ തൻ്റെ വീട്ടിൽ ചേർത്തു, അവരെന്നെ താമസിപ്പിച്ചു. അവരെനിക്ക് വേണ്ടി ജോലി ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും ജോലി ചെയ്യണം, ഇവിടെ ബാംഗ്ലൂരിൽ നിൽക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകണം, അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നുമല്ല എനിക്ക്. എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കുന്നുള്ള ചിന്ത പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ മോഹനൻ ഹിന്ദു ആണെങ്കിലും ഒരു ക്രിസ്തു വിശ്വാസിയാണ്. ഈ റോയിയും ഒരു ക്രിസ്തു വിശ്വാസി. അവര് പോകുന്ന സഭയിൽ നിന്ന് അവരുടെ ഭവനത്തിലേക്ക് പാസ്റ്റർമാർ വിസിറ്റിങ്ങിന് വരികയും അവിടുത്തെ മൂപ്പന്മാർ വിസിറ്റിങ്ങിന് വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഒരിക്കൽ വന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഈ മോഹനുമായിട്ട് കുറച്ച് സംസാരിച്ചു. നമ്മൾ ഹിന്ദു ആയിരിക്കെ നമ്മൾ ഇതിനൊക്കെ പോകുന്നത് ശരിയാണോ? ഇതൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ പണം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തെ ക്രിസ്ത്യൻ രാഷ്ട്രമാക്കുന്നവരല്ലേ ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മോഹനെ വളരെ അപമാനിക്കുവാനും എതിർക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അപ്പോൾ മോഹൻ എന്നോട് പറഞ്ഞത്, അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് ചേട്ടാ, ഇത് അങ്ങനെയല്ല, ഇത് ദൈവമാണ്, ഇത് ദൈവത്തെ ആരാധിക്കുന്നതാണ്, ഇത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയല്ല, ഇതിനകത്തൊരു സത്യമുണ്ട് എന്ന് മോഹൻ പറയാം. ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല, എനിക്കിതിനോട് താല്പര്യമില്ല. അപ്പൊ ഈ മോഹനെ വിസിറ്റ് ചെയ്യാൻ വന്ന പാസ്റ്ററോ അല്ലെങ്കിൽ മൂപ്പന്മാരോ ഒക്കെ എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടെങ്കിലും ഞാൻ അതിന് അവർക്ക് അവകാശം കൊടുക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷെ ചില ദിവസങ്ങൾ കഴിഞ്ഞു, എന്റെ ജീവിതം പിന്നെയും വലിയ കോംപ്ലിക്കേഷനായി മാറി. എനിക്ക് വളരെ ചിന്തകൾ എന്നെ അലട്ടുവാൻ തുടങ്ങി. എന്റെ മാനസിക സംഘർഷങ്ങൾ കൂടി. അങ്ങനെയിരിക്കെ ഞാനിങ്ങനെ എന്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. എവിടെയെങ്കിലും മരിക്കണം, എങ്ങനെയെങ്കിലും മരിക്കണം, എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. കാരണം ചെറുപ്രായം മുതൽ ഒറ്റപ്പെട്ടു പോയി, മാനസികമായി തകർന്നൊരവസ്ഥ. പ്രായമായപ്പോഴും ഒരു നല്ല ജീവിതം ലഭിച്ചില്ല. ജീവിതം എല്ലാം തകർന്നു. വിശ്വസിച്ചവരെല്ലാം ചതിച്ചു, എല്ലാവരും കൈവിടപ്പെട്ടു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ എവിടെയും നമുക്കൊരു പ്രത്യാശയില്ലാതെ, എവിടെയും നമുക്ക് ഒരു ആശ്രയമില്ലാതെ നശിച്ചുപോയ അല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോയ ഒരു ജീവിതത്തിന്റെ ഉടമയായപ്പോൾ ഇനിയും ജീവിച്ചിട്ട് അർത്ഥമില്ല, ഇനി എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ് ഒരു രാത്രിയിൽ എനിക്കൊരു ദൈവ സാന്നിധ്യം ഉണ്ടാകുവാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. ഒരു ശനിയാഴ്ച രാത്രിയാണ്. അർദ്ധരാത്രിയിൽ എനിക്ക് ഉറക്കം വരാതെ ഞാൻ വീട് വിട്ട് പുറത്തിറങ്ങി. ഈ സഹോദരൻ ഉറങ്ങി കിടക്കുകയാണ്. വീട് വിട്ട് പുറത്തിറങ്ങി കുറെ ദൂരം നടക്കുമ്പോൾ അതൊരു വില്ലേജ് സ്ഥലം പോലെയാണ്. അവിടെ ഒരു അമ്പലവും ഒരു ആലും ഒക്കെ ഉണ്ട്. കുറെ നായ്ക്കൾ ഒലിയിട്ടുകൊണ്ട് തന്നെ അനുഗമിക്കുവാനിടയായി തീർന്നു. ആദ്യം ഒന്ന് ഭയന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നായ് കടിച്ച് മരിച്ചാലും മരിക്കാം, മരിക്കുന്നവർക്ക് ഭയത്തിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മുൻപിൽ ഒരു വലിയ പ്രകാശം ഞാൻ കാണുവാനിടയായി തീർന്നു. ആ പ്രകാശത്തിന്റെ നടുവിൽ ഞാൻ കാണുന്നത് ഒരു ക്രൂശിതനായ ഒരു രൂപത്തെ ഞാൻ കാണും. ആ ക്രൂശിതനായ രൂപത്തിൽ ഞാൻ കേൾക്കുന്നത്, മകനെ, നീ മരിക്കേണ്ടവനല്ല, നീ എനിക്കായി ജീവിക്കുക എന്ന് എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ആകെ ഭയന്നു, അവിടെ തന്നെ ഇരിക്കുവാനിടയായി തീർന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ പുറകെ വന്ന നായ്ക്കളൊന്നും എന്റെ പിന്നിലില്ല. അതൊക്കെ എന്നെ വിട്ടുപോയി. ക്ഷണമാത്രയിൽ എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും എനിക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കറിയത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അത് ക്രൂശിതനായ രൂപമാണ്. ഭയപരവശനായി ഞാൻ അവിടെ ഇരുന്നു. എന്റെ ഉള്ളിൽ ആ ശബ്ദം പിന്നെയും മുഴങ്ങുവാനിടയായി തീർന്നു. എന്നോട് ആരോ സംസാരിക്കുന്നത് പോലെ, ഞാനാണ് നിന്റെ രക്ഷകൻ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു, നീ എനിക്ക് വേണ്ടി ജീവിക്കാം എന്ന് പിന്നെയും ആ ശബ്ദം എന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ തിരികെ നടന്നു. കിടന്നെങ്കിലും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ രാത്രി മുഴുവൻ ഈ ശബ്ദം പിന്നെയും എന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രകമ്പനം ചെയ്തുകൊണ്ടിരുന്നു. അതിരാവിലെ ഞായറാഴ്ചയാണ്. ഇവര് ആരാധനയ്ക്ക് പോകാൻ വേണ്ടി തിടുക്കത്തോടെ കുളിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നു. പെട്ടെന്ന് ഞാനും ഇവരോട് കുളിക്കുവാൻ തയ്യാറായി. അപ്പൊ എന്നോട്
മോഹനൻ ചോദിച്ചു, ചേട്ടനോടെ പോകുന്നു. സാധാരണ ഞായറാഴ്ച തിയേറ്ററുകളിലെ മലയാളം ഫിലിം വരിക പതിവാണ്. അപ്പൊ ഫിലിം കാണാൻ പോകുകയായിരിക്കുമെന്ന് മോഹനൻ കരുതി എന്നോട് ചോദിച്ചു, ചേട്ടനോടെ പോകുന്നു. എന്റെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹം, എനിക്ക് ഇവരുടെ കൂടെ പോകണം. എന്നെ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെ, എന്റെ ഉള്ളത്തിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് പോലെ ഇവരുടെ കൂടെ പോകണം. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരിക. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇവരോട് ക്രിസ്തുവിന് വിരോധമായി സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഇവർക്ക് അതൊരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ, ഒരു സംശയം ഉളവാക്കി. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നു, എനിക്കും നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരണം എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഈ മോഹനൊക്കെ അതിനെ എതിർത്തെങ്കിലും ചില കണ്ടീഷൻ പറഞ്ഞു. അവിടെ വന്നു കഴിഞ്ഞാൽ ആരോട് സംസാരിക്കരുത്. കാരണം ഞാൻ ഇവരോട് സംസാരിച്ചതുപോലെ ഒരു പക്ഷെ അവിടെ വന്ന് സംസാരിക്കുമോ, എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. 2, ആരാധന കഴിയുന്നത് വരെ എഴുന്നേറ്റ് പോകരുത്. ഈ 2 വ്യവസ്ഥകൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് 2 എനിക്ക് സമ്മതമാണ്. ഞാൻ ഇവരുടെ കൂടെ യാത്ര തിരിച്ചു സഭയിൽ വന്നു. അന്നൊരു ഭവനത്തിൽ വെച്ചാണ് ആരാധന നടക്കുന്നത്. രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രിയ പിതാവിന്റെ ഭവനത്തിൽ വെച്ച്. അവർ പാലക്കാട്ടുകാരാണ്. ഒരു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു കുടുംബം മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭവനം. അവിടെ ആ പ്രിയ മാതാവ് പാരലൈസ് ആയി കിടക്കുന്നത് കൊണ്ട് ദൂരെ എവിടെയും പോയി ആരാധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ന്യൂ ഇന്ത്യൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പ്രാർത്ഥന അവിടെ ആ ഭവനത്തിൽ തന്നെ ഈ മാതാവിന് വേണ്ടി അവിടെ നടത്തുന്നുണ്ട്. ആ ഭവനത്തിലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് ചെന്നത്. അവിടെ കടന്നു ചെന്നു, ജനമെല്ലാം കടന്നു വന്നു. എല്ലാവരും പ്രാർത്ഥിക്കാനും സ്തുതിക്കുവാനും ആരംഭിച്ചു. എനിക്കറിയില്ല, അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രാർത്ഥന എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഞാനും കണ്ണു അടച്ച് അവരുടെ കൂടെ അതിൽ പങ്കാളിയായി. ഞാൻ കണ്ണടച്ച മുതൽ എനിക്കറിയാം, ഞാൻ കരയുവാൻ തുടങ്ങി. എന്റെ ഷർട്ടും പാൻറ്റും എല്ലാം എന്റെ കണ്ണുനീര് കൊണ്ട് കുതിർന്നു. അതുപോലെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. ഒരുപക്ഷെ എന്റെ ഹൃദയത്തിലെ വേദനകളെല്ലാം എന്റെ ദൈവം കഴുകിക്കളഞ്ഞതായിരിക്കാം. ഞാൻ ആ കൂട്ടായ്മ അവസാനിക്കുന്നതുവരെ, ആ പ്രാർത്ഥന അവസാനിക്കുന്നതുവരെയും ഞാൻ കരയുകയായിരുന്നു. എന്റെ വേദനകളെല്ലാം ഞാൻ അവിടെ കരഞ്ഞു തൊട്ടു. ഇത് അവിടെ ഇരിക്കുന്ന വിശ്വാസികളും പാസ്റ്ററും എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പോൾ മുതൽ കരയുന്നവരെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആരോടും സംസാരിച്ചില്ല. അന്നത്തെ വചനമെല്ലാം ശ്രദ്ധിച്ചു. ആരാധനയെല്ലാം കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന പാസ്റ്റർ ജോണിക്കുട്ടി അവരുകൾ ഇന്നില്ല, മരണപ്പെട്ടു. എന്നോട് ചോദിച്ചു, സഹോദര, വന്നത് മുതൽ കരയുന്നത് ഞാൻ കണ്ടു, എന്താ സഹോദരന്റെ പ്രശ്നം? ഞാൻ എൻ്റെ ജീവിത അവസ്ഥകളെല്ലാം ഞാൻ ആ ദൈവദാസനോട് ഞാൻ വിവരിച്ചു. കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങൾ ഞാൻ ആ ദൈവദാസനോട് വിവരിച്ചപ്പോൾ എന്നോട് ദൈവദാസൻ പറഞ്ഞു, മോനെ, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. എത്രത്തോളം പ്രയാസത്തിലൂടെ പ്രതികൂലത്തോടെ കടന്നു വന്ന നിന്നെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഓരോ മനുഷ്യനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ നമ്മൾ അറിയുന്നത് പലപ്പോഴും വൈകിയായിരിക്കാം. അതറിയുവാൻ ദൈവം ചില മുഖാന്തരങ്ങൾ നമുക്ക് ഒരുക്കി തരും. പിന്നീട് നമ്മളെ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ നടത്തുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവ് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അന്ന് എന്നെ ആശ്വസിപ്പിച്ചു. എന്നോട് വളരെയധികം സുവിശേഷം സംസാരിച്ചു, ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു, ദൈവ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ കാലങ്ങളെ പോലല്ല, അതൊക്കെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സെനിക്കുണ്ടായിരുന്നു. ഞാൻ അതൊക്കെയും കേട്ടു, ഞാൻ അതൊക്കെ അനുസരിച്ചു. എല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, പാസ്റ്റർ, ഞാൻ ഇനിയും എന്ത് ചെയ്യണം? അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് നിന്റെ പാപങ്ങളെ ഉപേക്ഷിച്ച് നീ മാനസാന്തരപ്പെടണം. എന്നിട്ട് നിന്റെ പാപത്തിന്റെ മോചനത്തിനായി ക്രിസ്തുവിനോട് ചേരുവാൻ നീ സ്നാനം ചെയ്യണം. ഞാൻ പറഞ്ഞു, സ്നാനം എന്താണ്, അതെങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴോട് പറഞ്ഞു, അടുത്ത ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, അതിന് വന്നാൽ അന്ന് ഞാൻ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു തരാം. അടുത്ത ബുധനാഴ്ച ഞാൻ കോട്ടേജ് മീറ്റിംഗിൽ കടന്നു ചെന്നു. അന്ന് ദേവദാസൻ സ്നാനത്തെ കുറിച്ച് വ്യക്തമായി ക്ലാസ് എടുത്തു, പഠിപ്പിച്ചു. സ്നാനം അനിവാര്യമാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ദൈവദാസൻ തന്ന ക്ലാസ് മുഖാന്തരം 1994 ഓഗസ്റ്റ് 15 ന്യൂ ഇന്ത്യൻ ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വി എ തമ്പിച്ചായൻ ബാംഗ്ലൂരിൽ കടന്നു വന്നു. വി എ തമ്പിച്ചായന്റെ കൈക്കീഴില് ബാംഗ്ലൂരിൽ വെച്ച് സ്നാനപ്പെടുവാൻ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, പാപത്തിനും സ്വർഗത്തിലും എനിക്കും സ്വാതന്ത്ര്യം തന്ന ദിവസമാണ്. അന്ന് സ്നാനപ്പെട്ട് ഞാൻ ക്രിസ്തുവിനോട് ചേർന്നു. സ്നാനപ്പെട്ട് ചില നാളുകൾക്കുള്ളിൽ തന്നെ എനിക്ക് തരുന്ന സാക്ഷ്യത്തിന്റെ സമയങ്ങളൊക്കെ ഞാൻ സഭയിൽ പ്രബോധിപ്പിക്കാൻ സമയം വേർതിരിച്ചു. എന്റെ പ്രബോധനം കേട്ട് പലപ്പോഴും ദേവദാസൻ ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ബൈബിൾ വായിച്ചിട്ടുണ്ടോ?
ഇല്ല, ആദ്യമായിട്ടാണ്. പക്ഷെ എങ്കിലും പ്രബോധിപ്പിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നു. വചന പരിജ്ഞാനമില്ലെങ്കിലും വചനമെടുത്ത് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ദൈവം എനിക്ക് തന്നു. അങ്ങനെ സഭയിൽ ഞാനൊരു ആക്റ്റീവ് മെമ്പറായിട്ട് അങ്ങനെ കർത്താവിൽ വളരുവാനിടയായി തീർന്നു. അങ്ങനെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് എൻ്റെ ജീവിത ചരിത്രങ്ങൾ, ഞാൻ കടന്നു വന്ന വഴികളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും എൻ്റെ പരാജയങ്ങളും എല്ലാം സഭയിൽ ആയിരിക്കുന്ന എല്ലാവരും കേട്ടു. അന്നത്തെ സഭയുടെ സെക്രട്ടറി ആയിരുന്ന പ്രിയ ശ്രീ രാമചന്ദ്രൻ അവർകള് ആ ഭവനത്തിലാണ് ആരാധന നടക്കുന്നത്. അവർക്ക് എന്നോട് വലിയൊരു സ്നേഹം തോന്നി, എന്നോടൊരു വലിയ കരുണ തോന്നി, ഒരു പിതാവിന്റെ സ്നേഹം എനിക്ക് തന്നു. ദൈവദാസനോട് ഒരാഗ്രഹം പറഞ്ഞു. തന്റെ മൂത്ത മകളായിരിക്കുന്ന രേഖ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ കഴിഞ്ഞ് നിൽക്കുക, തന്റെ പാരലൈസ് ആയിരിക്കുന്ന പ്രിയ മാതാവിനെ പരിചരിച്ച് വീട്ടിൽ തന്നെ നിൽക്കുക. ഒരു വിവാഹാലോചന കൊണ്ടുവന്നു. അപ്പൊ ആ വിഷയം ദൈവദാസൻ മുഖാന്തരം എന്നെ അറിയിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇത് ഞാനുമായിട്ടല്ല വീട്ടുമായിട്ട് ആലോചിക്കണം. അങ്ങനെ ദൈവദാസനും ഈ പ്രിയ പിതാവും എന്റെ നാട്ടിൽ വന്നു. ഈ വിവാഹം ആലോചിച്ചപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ മറ്റു ബന്ധുക്കളും പറഞ്ഞത്, അയ്യോ, ആ ഒരു പെണ്ണിനെ കൊടുക്കരുത്, അവൻ മോശക്കാരനാണ്, അവൻ കൊലപാതകനാണ് എന്നൊക്കെ പറഞ്ഞ് അനേക രീതിയിൽ എന്നെ മോശമായി ചിത്രീകരിച്ചു. കാരണം അവർക്കറിയാവുന്ന പ്രകാശം അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പ്രിയ പിതാവ് പറഞ്ഞു, നിങ്ങൾ കണ്ടിരുന്ന വ്യക്തിയല്ല, ആ വ്യക്തി ഇപ്പോൾ മാനസാന്തരപ്പെട്ടു, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനമേറ്റു, ദൈവസഭയോട് ചേർന്ന് യേശുവിന്റെ മകനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്കൊക്കെ അത് വളരെ പ്രയാസമായി തീർന്നു. കാരണം ഇവൻ പോയി മതം മാറി, ഇവൻ നമ്മുടെ മതം മാറി മറ്റൊരു മതത്തിൽ ചേർന്നു എന്നുള്ളത് അവർക്ക് ഒരു അപമാനമായി, സമൂഹത്തിന്റെ അപമാനമായി. എന്റെ വീട്ടിലെ പലരും അവരുടങ്ങളായി പറഞ്ഞു നടന്നു, അവൻ പെന്തക്കോസ്തിൽ പോയി, ഞങ്ങൾക്ക് അപമാനമായി എന്ന്. പക്ഷെ അതിനു മുൻപ് ഞാൻ മാനസികാവസ്ഥ തകർന്ന ഒരു ഭ്രാന്തനെ പോലെ മദ്യപിച്ച് കഞ്ചാവ് അടിച്ച് എനിക്ക് ഒരു ദിവസം 7 പാക്കറ്റ് വിൽസ് വേണമായിരുന്നു, 1 പാക്കറ്റ് ചാൻസലർ വേണമായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ ജീവിച്ച് ബുദ്ധിഭ്രമം ആയിട്ട് നടന്ന ഒരു കാലഘട്ടത്തില് ഇവർക്ക് ആർക്കും ഒരു അപമാനം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാനൊരു നല്ല ജീവിതത്തിലേക്ക് ഞാൻ തീരുമാനമെടുത്ത് വന്നപ്പോൾ ഞാൻ യേശുവിനെ എൻ്റെ ദൈവമായി അംഗീകരിച്ചത്, യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചത് ഇവർക്കെല്ലാവർക്കും അപമാനമായി തീർന്നു. അങ്ങനെ അവരതിനെ സമ്മതിക്കാഞ്ഞത് കൊണ്ട് ബാംഗ്ലൂരിൽ വെച്ച് തന്നെ ദൈവദാസന്മാർ ഞങ്ങൾക്ക് കരം പിടിച്ച് ഞങ്ങളുടെ വിവാഹം നടത്തി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു കത്തെഴുതി, മകനെ, നീ വേഗം വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു. കാരണം ആദ്യം മുതലേ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ക്രിസ്തുവിലായതുകൊണ്ട് അത് ഒന്നുകൂടെ വർദ്ധിച്ചതല്ലാതെ എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല, എതിർപ്പ് കൂടി. എന്നാൽ അമ്മയുടെ കത്ത് കിട്ടി, സ്നേഹത്തോടുള്ള കത്ത് കിട്ടിയപ്പോൾ ആ കത്തുമായിട്ട് അമ്മയെ കാണുവാനുള്ള ആഗ്രഹത്തോടെ ഞാൻ നാട്ടിലേക്ക് കടന്നു ചെന്നു. നാട്ടിൽ കടന്നു ചെന്നപ്പോൾ അമ്മയുടെ ഒരു റിക്വസ്റ്റ്, മകനെ, ചെറുപ്പത്തിൽ 4 സഹോദരങ്ങൾ മരിച്ചു, നീ മരിക്കേണ്ടവനായിരുന്നു, എന്നാൽ നീ മരിക്കാതിരിക്കാൻ നിന്നെ കാവടി എടുത്ത് പളനിയിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. മുരുകൻ വന്നിട്ട് എന്റെ കഴുത്തിന് പിടിച്ചിട്ട് നിന്റെ മകനെ എവിടെയെന്ന് എന്നോട് ചോദിക്കുന്നു. നിന്റെ മകനെ എനിക്ക് കൊണ്ടുത്താ എന്ന് പറഞ്ഞ് എന്നോട് അവകാശം ചോദിക്കുന്നു. അതുകൊണ്ട് എന്നെ കൂടെ നീ മരണത്തിന് ഏൽപ്പിക്കരുത്, എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഇടയാകണം. അതുകൊണ്ട് എന്നോട് കൂടെ നീ പളനിയിൽ നിന്ന് വരണം, വന്നിട്ട് നിന്റെ ഇഷ്ടത്തിന് നീ എന്ത് വാങ്ങിക്കൂ, നീ എങ്ങനെ വേണേലും ജീവിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കാരണം മരിച്ചുപോയ അച്ഛൻ, അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമാണ്. ഇപ്പോൾ ഞാൻ കാരണം അമ്മയും കൂടെ ദുഃഖിക്കപ്പെടുന്നു, വേദനിക്കപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോഴേ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് അമ്മ പറഞ്ഞതുപോലെ പോയി മാലയിട്ടു, കാവടി പൂജിച്ചു, കാവടി എടുത്ത് ഭിക്ഷയ്ക്കിറങ്ങി. അങ്ങനെ അമ്മയും ഞാനും പളനിയിൽ പോയി. അവിടെ ചെന്ന് തിരിച്ച് ഭവനത്തിൽ വന്നു. അമ്മയെ ഭവനത്തിലാക്കിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്ന എനിക്ക് ഈ കാവി ഊരാനോ ഈ രുദ്രാക്ഷമാല ഊരാനോ ഇതിനൊന്നും എനിക്ക് മനസ്സില്ല. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കായി മാറി. അന്ന് എൻ്റെ ഭാര്യ വീട്ടിലൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഞാൻ ഏകനായി ഞാൻ ഔട്ട് ഹൗസിൽ താമസമാക്കി. ആരും എന്നോട് സംസാരിക്കാനോ ആരും എൻ്റെ അടുത്തേക്ക് വരാനോ പാടില്ല. എൻ്റെ ഭാര്യ പോലും വെക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല.
ഞാൻ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിക്കണം, മറ്റുള്ളതെല്ലാം അശുദ്ധമാണ് എന്ന് ഞാൻ അങ്ങ് നിശ്ചയിച്ചു. അങ്ങനെ രുദ്രാക്ഷമാലയും ഇട്ട് കാവ്യം കൊടുത്ത് ഈ ഔട്ട് ഹൗസിന്റെ ഭിത്തിയിലെല്ലാം തമിഴിൽ കാവടിയാട്ടം 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 എന്ന് എഴുതി വയ്ക്കും. അവിടെ ഇരുന്ന് ഹൈന്ദവ നാമങ്ങളൊക്കെ ജപിക്കും. ഈ സമയത്ത് ഇവിടെ ഭാര്യയുടെ വീട്ടിൽ ആരാധന നടക്കുന്നത്, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയങ്ങള് അവിടെ വരുന്ന പാസ്റ്റർമാരെ ഞാൻ എതിർക്കും, അവരെ ഞാൻ ഉപദ്രവിക്കാൻ ചെല്ലും. പലപ്പോഴും അവർക്കെതിരെ ഞാൻ കത്തിയെടുത്ത് ചെന്നിട്ടുണ്ട്. അങ്ങനെ സഭയ്ക്ക് ഞാൻ വലിയൊരു ഉപദ്രവമായി മാറി. ജനം കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ഞാൻ അവരെ തടഞ്ഞു, ദൈവദാസന്മാരെ തടഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ടൊരു സന്യാസ ജീവിതത്തിലേക്ക് അങ്ങനെ മാറി. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ മാനസികാവസ്ഥ പിന്നെയും തെറ്റിപ്പോയ ഒരു അവസ്ഥയിലേക്ക് ഞാനായിപ്പോയി. അപ്പോൾ ചില വിശ്വാസികളായ സഹോദരന്മാരെല്ലാരും കൂടെ വൈകിട്ട് വീട്ടിൽ കടന്നു വരും. എന്നെ വിളിച്ച് നടുവിലിരുത്തിയിട്ട് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നെ സൗഖ്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് സുബോധം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവർ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വാതിൽ തുറന്ന് ഞാൻ ഇറങ്ങി ഓടിപ്പോകും. അങ്ങനെ ഞാൻ ഓടിപ്പോയിട്ട് വിജനമായ സ്ഥലത്തൊക്കെ പോയി കിടന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കും. അവിടെ കാണുന്ന ആൾക്കാരെ, ഞങ്ങളുടെ ഫാദറിലോടെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അവരാരെങ്കിലും കാണുന്നുണ്ട്, അയ്യോ ഇത് ഇന്നടത്ത് ഇന്ന ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലേപ്പിക്കുമ്പോൾ അവരോട് പറയും, പുള്ളി മാനസികമായിട്ട് കുറച്ച് പ്രയാസമുണ്ടെന്ന്. ഇവരിങ്ങനെ കൈകൊണ്ട് കാണിക്കും. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. രാത്രി 1 മണി 2 മണിക്കൊക്കെ ആയിരിക്കും പലരും എന്നെ പലയിടത്തുനിന്ന് പിടിച്ചുകൊണ്ട് വരുന്നത്. ചില ഭവനത്തിന്റെ അവിടെയൊക്കെ പോയി ഞാൻ നോക്കി നിന്നിട്ട് ചിലർ എന്നെ അവിടുന്ന് കടന്നാന്ന് പറഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 2 വർഷം ഞാൻ ആ ഭവനത്തില് ഒറ്റപ്പെട്ടവനായി, അടയ്ക്കപ്പെട്ടവനായിട്ട് ഏകനായി കഴിയേണ്ടി വന്നു. എന്നാൽ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഈ ഭവനക്കാര് എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല, അവരെന്നെ തള്ളിക്കളഞ്ഞില്ല. ഒരുപക്ഷെ എന്നെ ഉപേക്ഷിക്കാമായിരുന്നു, കാരണം ഞാൻ ഇവർക്കൊരു വലിയ ഉപദ്രവമായിരുന്നു. അവരുടെ ബന്ധുക്കളാരെങ്കിലും വന്നാൽ പോലും വീട്ടിൽ നായുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഞാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. കാരണം അവർക്ക് ഭയമായി എന്ത് ചെയ്യുമെന്ന്. പാസ്റ്റർമാർ വരാൻ ഭയന്നിരുന്നു, വിശ്വാസികൾ വരാൻ ഭയന്നിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഏകദേശം 2 വർഷം കടന്നുപോയി. ഇതിനിടയിൽ ഹല്ലേലൂയ അനേക അനിഷ്ട സംഭവങ്ങൾ, പ്രയാസങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ദൈവസ്നേഹം കൊണ്ടായിരിക്കുക അവരെന്നെ ഉപേക്ഷിച്ചില്ല, അവരെന്നെ സ്നേഹിച്ചു, അവരെന്നെ കരുതി, അവരെനിക്ക് വേണ്ടി കണ്ണുനീർ വാർത്ത, അവരെനിക്ക് വേണ്ടി ഉപവസിച്ചു, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡാഡി മമ്മിയൊക്കെ എന്നെ വളരെ സ്നേഹിച്ചവരാണ്. ഇന്നവരില്ല, ഇന്നവർ കർത്താവിനോട് ചേർന്നു. അങ്ങനെ ആ ഭവനത്തില് തിരുവല്ലയിൽ നിന്നൊരു ജോസ് പാസ്റ്റർ ബാംഗ്ലൂരിൽ കടന്നു വന്നു. KP ജോസ് പാസ്റ്റർ തിരുവല്ലയിൽ നിന്ന് കടന്നു ബാംഗ്ലൂരിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നതാണ്. എന്റെ ഈ വിഷയത്തിന് വേണ്ടി ഈ പ്രിയ പിതാവ് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയോട് അറേഞ്ച് ചെയ്തു. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥന 3-ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം എന്നെ സൗഖ്യമാക്കി. എന്റെ ബുദ്ധിമണ്ഡലം തെളിഞ്ഞു. എനിക്ക് ബോധ്യമായി, അയ്യോ ഞാൻ ദൈവത്തോട് പാപം ചെയ്തു, ഞാൻ ദൈവസേനയിൽ കുറ്റക്കാരനായിരിക്കുന്നു. ഞാൻ എന്റെ പാപത്തെ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ദൈവം അന്നെനിക്ക് സൗഖ്യം തന്നു. സൗഖ്യം പ്രാപിച്ച ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഇനി ഒരു മനുഷ്യന്റെയും ആലോചനയ്ക്ക് ഞാൻ വിധേയനാകത്തില്ല, ഒരു മനുഷ്യനെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ദൈവാലോചന വിട്ട് പിന്മാറത്തില്ല. ഇനിയും ഞാൻ ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു തീരുമാനം അന്നെടുത്തു. ഞാൻ സൗഖ്യമായ ശേഷം ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, കഴിഞ്ഞ നാളുകളെല്ലാം നിങ്ങൾക്ക് ദുഃഖമായിരുന്നു, പ്രയാസമായിരുന്നു. കാരണം ഇതിനിടയ്ക്ക് എന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. ആ സമയങ്ങളിലൊന്നും ഞാൻ അവളെ കെയർ ചെയ്തില്ല, നോക്കിയില്ല. എല്ലാ വീട്ടുകാരെ ഞാൻ നോക്കിയത്. കുഞ്ഞു പ്രസവം പോലും ഞാൻ അറിഞ്ഞില്ല. ഒരു പെൺകുഞ്ഞു ജനിച്ചു. എല്ലാം കഴിഞ്ഞ് സുബോധം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വീട്ടുകാർ കൊടുത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാട്ടിലേക്ക് കടന്നു പോകാം, അമ്മയുടെ അടുത്തേക്ക് കടന്നു പോകാം, അമ്മ ധരിച്ചല്ലോ. എന്റെ ഭാര്യയ്ക്കും അത് ഇഷ്ടമായി. കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങള് നാട്ടിലേക്ക് യാത്ര തിരിച്ചു നാട്ടിൽ വന്നു. അമ്മയുടെ കൂടെ താമസമാക്കി. ഞങ്ങള് അവിടെ അടുത്തുള്ള ഒരു വെട്ടിയാർ ചർച്ച് ഓഫ് ഗോഡിലെ പൗ പാസ്റ്ററിനോട് കൂടെ കൂടി ഞങ്ങൾ അവിടെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അനേകരോട് സുവിശേഷം പറയുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ഒക്കെ ഇടയായിട്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയുടെ ഉള്ളില് ഞങ്ങൾക്കെതിരെ വലിയൊരു പ്രയാസമുണ്ടായി. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങൾ അവിടെ താമസിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. എൻ്റെ ഭാര്യ കഴിക്കുന്ന ആഹാരത്തില് പല്ലിയിടുക,
ഞങ്ങൾ പാവിരിച്ച കിടക്കുന്നത് അതിനടിയിൽ കുപ്പിച്ചെല്ല് കൊണ്ടിടുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. പലപ്പോഴും എന്നോട് ആവശ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറക്കി പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എനിക്കിവിടെ അവകാശപ്പെട്ടതല്ലേ, ഞാനൊരു മോനല്ലേ ഉള്ളൂ, എനിക്കിവിടെ താമസിക്കണം എന്ന് ഞാൻ അധികാരത്തോടെ ഞാൻ ഇവിടെ നിന്നു. അങ്ങനെ പലപ്പോഴും ചില സംസാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുവാൻ, കാരണം ഇറങ്ങി ഇങ്ങോട്ട് പോകാൻ എനിക്ക് വഴിയില്ല, പോകാൻ കൈ കാശുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ എവിടേക്ക് പോകാൻ വൈകിട്ട് 3 മണിക്ക് ഞാൻ ഡ്രസ് ചെയ്തിറങ്ങുമ്പോൾ അന്നും എന്റെ ഭാര്യയ്ക്ക് നല്ല ദർശനമുണ്ട്, വെളിപ്പാടും ഒക്കെയുള്ള സമയമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞേട്ടാ പോകരുത്, അല്പം കഴിഞ്ഞ് പോകാം. ഞാൻ ആ വാക്ക് കേട്ട് ഞാൻ അവിടെ നിന്നു. പറഞ്ഞു തീർന്നിട്ട് അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയില് 2 പോലീസുകാർ വന്നു. എന്നോട് ചോദിച്ചു, പ്രകാശാണോ? അതെ. നിങ്ങൾ നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷൻ വരെ പറഞ്ഞു. ഞാൻ എന്താ എന്റെ പേരിലുള്ള കംപ്ലൈന്റ്? അത് നിങ്ങളുടെ മാതാവ് ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, കാരണം നിങ്ങളുടെ മാതാവിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് പറഞ്ഞ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങള് തടത്തിലാൽ പോലീസ് സ്റ്റേഷൻ, മാവേലിക്കൽ തടത്തിലാൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്ന് എസ് ഐ വന്ന് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, പ്രകാശ്, നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ കാരണം സ്വസ്ഥതയും സമാധാനവും ഇല്ല, നിങ്ങളുടെ ഭാര്യ തലയിൽ തുണിയിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ അവർക്ക് വളരെ അസ്വസ്ഥത ഉളവാക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ ഭവനത്തിൽ നിന്ന് മാറിപ്പോകണം. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ എന്റെ അമ്മയെ കൂടെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്, അതുകൊണ്ട് എന്റെ അമ്മയോട് ജീവിക്കാൻ എനിക്ക് താല്പര്യം. പറഞ്ഞത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ ഒരു വീട് വെച്ച് നിങ്ങൾ അവിടെ താമസിക്കണം. ഞാൻ പറഞ്ഞില്ല, താമസിക്കുന്നെങ്കിൽ ഞാൻ എന്റെ അമ്മയോട് മാത്രമേ താമസിക്കുകയുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് ഞാനിവിടെ താമസിക്കത്തില്ല. അപ്പോഴമ്മയുടെ കൂടെ ചിലര് വന്നിട്ടുണ്ടായിരുന്നു, നാട്ടിലെ ചില പ്രമാണികളുണ്ടായിരുന്നു. അതിലൊരുവൻ എന്നോട് പറഞ്ഞു, പ്രകാശ്, ഈ കറുത്ത പുസ്തകമൊക്കെ ഉപേക്ഷിച്ച് നീ പഴയതുപോലെ മടങ്ങി വാ. അപ്പം എന്റെ ഭാഷയിൽ പഴയതുപോലെ എന്ന് ഇവർ പറയുന്നത് പഴയതുപോലെ കള്ളും കുടിച്ച് മനോബോധമില്ലാതെ ഭ്രാന്തനെ പോലെ അന്യതിരിക്കുന്ന അവസ്ഥയിൽ മടങ്ങി വരാനായിരിക്കുന്നു ഇവർ പറയുന്നത്. പക്ഷേ അവർ പറഞ്ഞ രീതി, നീ മടങ്ങി വാ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പരിണിത ഫലം നീ അനുഭവിക്കുമെന്ന് പറഞ്ഞെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരിക്കൽ ഞാൻ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ നടന്നു. അന്ന് ഞാൻ ഒരു തെറ്റ് ചെയ്യാനും എനിക്ക് മടിയില്ലായിരുന്നു, അന്ന് എനിക്ക് ഭയമില്ലായിരുന്നു, എന്ത് ചെയ്യാനും ഭയമില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളോട് എതിര് പറയാൻ പോലും എനിക്ക് ഭയമുണ്ട്, കാരണം ഈ ശരീരം ക്രിസ്തുവിന്റെയാണ്. ഇത് ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയ ശരീരമാണ്. ഈ ശരീരം എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ഇതിന്റെ ഉടയവൻ തീരുമാനിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഭീഷണി ഞാൻ വഴങ്ങത്തില്ല. അപ്പോ എന്റെ അമ്മ പറഞ്ഞു, അതൊന്നും വേണ്ട, അവനെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോകാം, എന്റെ അമ്മയ്ക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകാൻ, എന്റെ അമ്മയുടെ സന്തോഷം എന്റെ സന്തോഷം, ഞാൻ പോകാം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, അങ്ങനെ പോയാൽ പറ്റില്ല, നിനക്ക് യാതൊന്നിലും അധികാരമില്ലാന്ന് എഴുതി വെക്കണം, എന്നിട്ട് നീ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ എഴുതിക്കോ, ഞാൻ സൈൻ ചെയ്തു തരാം. അന്ന് അമ്മ എന്നോട് പറഞ്ഞൊരു കണ്ടീഷൻ, ഞാനും ഈ വസ്തുവകളും, ആകെ 7 സെന്റ് വസ്തുവിനുള്ളൂ, അതിനകത്തൊരു ചെറിയ വീട്, ഈ വസ്തുവും ഞാനും വേണമെങ്കിൽ നീ യേശുവിനെ ഉപേക്ഷിച്ച് വരണം. അതല്ല, നിനക്ക് യേശു മതിയെങ്കിൽ എന്നെയും ഈ വസ്തുവകളെ നീ ഉപേക്ഷിച്ച് പോകണം. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചമ്മേ, ഈ ഭൂമിയിലുള്ളതൊന്നും ശാശ്വതമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു പോകും. എന്റെ മരണത്തോടെ ഇതെല്ലാം എനിക്ക് നഷ്ടമാകും. ആ മരണം ഇപ്പോൾ സംഭവിച്ചാലും ഇതെല്ലാം എനിക്ക് നഷ്ടമാകും. ജീവന്റെ മേലുള്ള അധികാരമുള്ള ദൈവം ഇപ്പോൾ എന്റെ പ്രാണനെ എടുത്താൽ ഈ അമ്മയോ അല്ലെങ്കിൽ വസ്തുക്കളോ എനിക്ക് എന്ത് ഉപകാരം ചെയ്യും? അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഉപേക്ഷിക്കേണ്ടതായ ഈ വസ്തുവകളും ഈ ലോകത്തുള്ള സകലത്തെയും എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴിത് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ആമീൻ. അമ്മ അന്ന് സ്റ്റാമ്പ് പേപ്പർ സഹിതമാണ് വന്നത്. അമ്മ കരുതി കൂട്ടിയാ വന്ന് എന്നെ കൊണ്ട് എഴുതി വാങ്ങിക്കാൻ. അന്ന് തടത്തിലാൽ രജിസ്റ്റർ 96 രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇവന്റെ അമ്മയല്ല, ഇവൻ എന്റെ മകനുമല്ല, എന്റെ യാതൊരു വസ്തുക്കളിലും ഇവൻ അധികാരമില്ല എന്ന് അവിടുത്തെ രജിസ്റ്ററിൽ എഴുതി വെച്ച് എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. സ്റ്റാമ്പ് പേപ്പറിലും എഴുതി അമ്മ എന്നെ കൊണ്ട് ഒപ്പിടിച്ചു. ഏകദേശം രാത്രി 7 മണിയോടെയാണ് ഈ കൈക്കുഞ്ഞുമായിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തിയ ഞങ്ങള് അന്ന് എന്റെ അമ്മ പറഞ്ഞു, നീ യേശുവിന്റെ പുറകെ പോകുന്ന, നിനക്ക് ഇവിടെ അധികാരമില്ല, നീ അധികാരമില്ല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്നൊരു രാത്രി ഈ കുഞ്ഞുമായിട്ട് ഞാൻ ഇവിടെ പോകാനാ, ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോട്ട് നാളെ രാവിലെ ഞങ്ങൾ പുറപ്പെടാം. പറ്റില്ല, നീ പോകാൻ പറഞ്ഞു, ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വിസമ്മതിച്ചു.
ഇന്നൊരു രാത്രി എന്തായാലും ഞാൻ അതിന് അധികാരം എടുക്കുക, ഞാൻ ഇന്നിവിടെ കിടക്കും, ഇന്ന് രാത്രി ഇവിടെ അന്തി ഉറങ്ങി നാളെ രാവിലെ പോകുള്ളൂ. പക്ഷെ എന്റെ അമ്മ പെട്ടെന്ന് അകത്തേക്ക് പോയി കന്നാസ്രീന്ന് മണ്ണെണ്ണ എടുത്ത് കൊണ്ടുവന്നു. അമ്മ തലയെ കൂടെ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാനിത് കത്തിച്ചിട്ട് നിന്നെ ഞാൻ സെൻട്രലിൽ അടയ്ക്കും, രക്ഷ വേണമെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അമ്മ ഉറഞ്ഞതുള്ളി നിൽക്കുന്ന ഒരു അനുഭവം. പെട്ടെന്ന് അമ്മ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീപ്പെട്ടിക്കൊള്ളി എടുത്തു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പൊക്കോളാം. അന്ന് രാത്രിയില് ഈ കൈക്കുഞ്ഞുമായിട്ട് എന്റെ ഭാര്യയുമായിട്ട് ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ എന്റെ പോക്കറ്റിലുള്ളത് ഒരു 35 രൂപയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആരെ സഹായിക്കുമെന്ന് അറിയത്തില്ല. ആകെ 35 രൂപ പോക്കറ്റിലുണ്ട്. എന്റെ ഭാര്യ എന്റെ കൈ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, കടത്തിണയിൽ കിടക്കാനും ഞാൻ കൂടെയുണ്ട്, മരച്ചുവട്ടിൽ കിടക്കാനും ഞാൻ കൂടെയുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇന്നത് വേണമെന്ന് ഞാൻ അവകാശപ്പെടത്തില്ല, പക്ഷേ നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഇതെനിക്ക് ഏറിയ ബലം തന്നു. ക്രിസ്തുവിൽ വളരെ ബലം പ്രാപിച്ചു. എന്നാല് ആ വിദ്യാർത്ഥി ബോർഡിലെ ബാബു പാസ്റ്റർ ഞങ്ങളെ ഭവനത്തിൽ സ്വീകരിച്ച് ഞങ്ങൾക്ക് ആഹാരം തന്നു. അന്ന് ഞങ്ങൾക്ക് ബാംഗ്ലൂർ വരാനുള്ള വഴിച്ചിലവും ബാംഗ്ലൂർ വന്നൊരു വീടെടുക്കാനുള്ള അഡ്വാൻസ് ഉള്ള പൈസയും ചേർത്ത് ഞങ്ങളുടെ 6000 രൂപ അന്ന് ആ ദേവദാസിന്, പാവപ്പെട്ട ദേവദാസിന് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളെ യാത്ര അയച്ചു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ വന്നു. ആ പൈസ കൊണ്ട് ഒരു 1 റൂം സെറ്റ് ഒരു വീടെടുത്തു. അഡ്വാൻസ് കൊടുത്തു. 4000 രൂപ അഡ്വാൻസ് ഒരു വീട് കൊടുത്തു. ബാക്കി പൈസയ്ക്ക് വീട്ടിലേക്ക് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ആഹാര സാധനം വാങ്ങാൻ പൈസ ഇല്ലായിരുന്നു. ദൈവജനമേ പറയട്ടെ, പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതം വളരെ കഷ്ടകരമായിരുന്നു. ആരോ ഉപേക്ഷിച്ചു പോയ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അത് ചവിട്ടി ബാംഗ്ലൂരിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ജോലി അന്വേഷിച്ചു പോയിട്ടുണ്ട്. പച്ചവെള്ളവും കുടിച്ച് തിരിച്ചു വരുമ്പോഴും ആഹാരമില്ല. പലരോട് പൈസ കടം ചോദിക്കും, തരാമെന്ന് പറയും. രാവിലെയും വൈകിട്ട് ഞങ്ങൾ നടക്കും. എന്തെങ്കിലും ചെയ്യുവാൻ പൈസയിൽ, ആരും സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഏകദേശം അനേക നാളുകൾ ഞങ്ങൾ കഷ്ടതയും പട്ടിണിയും പ്രതികൂലവും അനുഭവിച്ചു. ഏകദേശം 98 അന്ന് ഞാൻ സുവിശേഷം അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ 98 എനിക്കൊരു ജോലി ലഭിച്ചു. 2000 കർത്താവിനെ ശക്തമായി ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിച്ചു. പൂർണ്ണമായ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ 2000 ജോലി റിസൈൻ ചെയ്ത് ഞാൻ പൂർണ്ണമായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ആ സമയത്ത് ഞങ്ങളുടെ സഭയിലായിരുന്ന ദൈവദാസൻ ജോലിക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. ആ സമയത്ത് സഭയിലെ വിശ്വാസികളെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഒരു ദൈവദാസൻ പാസ്റ്റർ പ്രകാശം, ഞങ്ങളുടെ ബ്രദർ പ്രകാശം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് അങ്ങനെ ആ ശുശ്രൂഷ ഏറ്റു. 2002 ഞാൻ കർത്താവിനെ നോർത്ത് ഇന്ത്യയിലേക്ക് അയച്ചു. നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, UP അങ്ങനെ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. അനേക വില്ലേജുകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. കർത്താവിനെ പ്രസംഗിച്ചു. അനേകരെ കർത്താവിന് വേണ്ടി നേടി. പല സ്ഥലങ്ങളിലും സഭ സ്ഥാപിച്ചു. അവിടെയുള്ള ദൈവദാസന്മാരൊക്കെ എനിക്ക് അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ അനുകൂലമാക്കി തന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ അധിക കാലം കർത്താവിനെ സേവിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയായി. ഏകദേശം ഇപ്പോൾ 5 ഭാഷയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നിരിക്കുന്നു. ഇപ്പോഴും കർത്താവ് അയക്കുന്നിടത്തേക്ക് കടന്നു പോകുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ബാംഗ്ലൂർ കർണാടക ഷാരോൺ അസംബ്ലിയുടെ പ്രവർത്തനത്തില് സീനിയർ പാസ്റ്റർ ആയിരിക്കുന്നു. പാരമ്പര്യ ക്രിസ്ത്യാനികളുടെ മധ്യത്തൊന്നുമല്ല, ഹൈന്ദവരായിരിക്കുന്ന ഇവിടുത്തെ കന്നഡ ജനങ്ങളെ കർത്താവിലേക്ക് നടത്തുക, അവരെ പാപബോധമുള്ളവരാക്കുക. മതപരിവർത്തനമോ ഒന്നുമല്ല, ജനത്തെ നന്മയുടെ വഴിയിലേക്ക്, ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് നടത്തുക. വില്ലേജുകൾ കടന്നു പോകുന്നു, സുവിശേഷം പറയുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി ഞങ്ങൾ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ ഒരു ചെറിയ ട്യൂഷനുണ്ട്. അതാണ് ഞങ്ങളുടെ ഏക വരുമാനം. അതാണ് ഞങ്ങള് വാടക കൊടുക്കുന്നത്. ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ കഴിയുന്നതുമെല്ലാം ഇന്നുവരെ ബാംഗ്ലൂരിൽ കഴിഞ്ഞ 30 വർഷമായിരിക്കുന്നു ബാംഗ്ലൂരിൽ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഒരു സോഷ്യൽ വർക്ക് എന്ന പോലെ ഹ്യൂമൻ റൈറ്റ്സിന്റെ സ്റ്റേറ്റ് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. എന്റെ കർണാടക സ്റ്റേറ്റിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുവാനുള്ള ഒരു കൃപ ഇന്ത്യൻ ഗവൺമെന്റ് ഐഡന്റിറ്റി കാർഡ് തന്ന് എനിക്കത് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കർണാടക പ്രസിഡന്റായിട്ടും സേവനം അനുഷ്ഠിക്കാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഈ പദവി ഒന്നും എന്റെ സ്വന്തമല്ല, ഇതൊക്കെ ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ്. കാരണം അത് ദൈവ മഹത്വത്തിന് വേണ്ടി ഏത് സ്റ്റേഷനിലും കടന്നു എന്ന് സംസാരിക്കാനുള്ള നിയമ സാധ്യതകൾ ദൈവം നമുക്ക് അതിനുവേണ്ടി അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന് നാം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞു. അതൊരു പാസ്റ്ററാണ്. അവർക്ക് 2 കുട്ടികളുണ്ട്. അവരും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. സന്തോഷമായിരിക്കുന്നു. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. മുന്നോട്ട് അധിക കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട്. എന്നാൽ ഇതിനിടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിടയിലെല്ലാം എൻ്റെ അമ്മയെ ഞാൻ സന്ദർശിക്കുകയും അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയെ ഞാൻ ഉപേക്ഷിച്ചില്ല, അമ്മയെ ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അന്നും അമ്മ എന്നെ ഉപേക്ഷിച്ചു.
ഇന്നും അമ്മ എന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയില്ല. ഇന്ന് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി ഭവനത്തിലേക്ക് ആഗ്രഹത്തോടെ കടന്നു ചെന്നാൽ അമ്മ എന്നോട് ചോദിക്കും, എന്തിനാ, എന്റെ സ്വത്തടിച്ചു മാറ്റാൻ വന്നതാണോ, എന്നെ കൊന്നിട്ട് എന്റെ സ്വത്തെടുത്ത് കൊണ്ടുപോകാൻ വന്നതാണോ എന്നാ എന്റെ അമ്മ ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരിക്കൽ ഞാൻ എന്റെ ഭവനത്തിലേക്ക് ചെന്നു. ആ ഭവനത്തിലേക്ക് കയറി അമ്മയെന്ന് ഞാൻ വിളിച്ചു സ്നേഹത്തോടെ. എന്തിനാ വന്നത്? എന്താ ഉടായ്പം കൊണ്ട് വന്നതാ, എന്റെ സ്വത്തടിച്ചുകൊണ്ട് പോകാൻ വന്നതാ, എന്നെ കൊല്ലാൻ വന്നതാ എന്ന് പറഞ്ഞ് എന്റെ അമ്മ വലിയ ബഹളം ഉണ്ടാക്കി. ഞാൻ അവിടെ ഇരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അപമാനത്തോടെ ഞാൻ ആ ഭവനം വിട്ട് തിരിച്ചിറങ്ങിപ്പോന്നു. എന്റെ അമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാം ഞാൻ അത് ചെയ്തു കൊടുത്തു. എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. പക്ഷേ ഇന്നും എന്റെ അമ്മ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണും. 84 വയസ്സ് 85 വയസ്സുണ്ട്. ഇപ്പോഴും ഏകയായിട്ടാണ് ജീവിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയൊരു വിഷമം, എന്റെ ദുഃഖമാണ്. അമ്മ ഏകയായിരിക്കുന്നു, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. പോയി കാണുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ. അതുപോലെ തന്നെ എന്റെ ബന്ധുമിത്രാദികളും അന്നും ഇന്നും അവരെനിക്ക് വിരോധികൾ തന്നെയാണ്. അവരാരും അന്നും എന്റെ ചെറുപ്പത്തിൽ എന്നെ സ്നേഹിച്ചിട്ടില്ല, ഇന്നും എന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ ഇന്നും ക്രിസ്തുവിൽ മാത്രം പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഞാനും എന്റെ കുടുംബവും, ഇവിടെ ബാംഗ്ലൂർ പട്ടണത്തിൽ എന്നെ സ്നേഹിക്കുന്ന അനേകരുണ്ട്, ക്രിസ്തുവിൽ എന്നെ സ്നേഹിക്കുന്ന അനേകർ ലോകമെമ്പാടുമുണ്ട്. അവരൊക്കെ എന്റെ സഹോദരന്മാർ, അവരൊക്കെ എന്റെ മാതാപിതാക്കൾ. അങ്ങനെ സന്തോഷത്തോടെ കർത്താവിൽ ഞങ്ങളായിരിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് സഹോദരികളോട് അമ്മ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ അന്ത്യത്തോളം വിശ്വസ്തതയുടെ ആയിരിക്കാൻ, അന്ത്യത്തോളം ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ. ശാരീരികമായ അവസ്ഥകളുടെ കഴിഞ്ഞ കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മരണകരമായ അവസ്ഥ കടന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, റിക്കവറായിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമയം തന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ നന്ദി.